സിറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി മട്ടൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് മൈസൂർ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചില ആളിത് മിക്സ് ബിരിയാണി എന്ന് പറയും, നമ്മളിത് മൈസൂർ ബിരിയാണി എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 3/4 കിലോ മട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 3/4 കിലോ ജീരക സെണ്ണ റൈസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 3/4 കിലോ മട്ടനാണ്, 3/4 കിലോ റൈസ് ഒരേപോലെ എടുക്കണം. അപ്പം നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനുണ്ടാവും. നല്ല അടിപൊളി മട്ടനാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഒരു 3/4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം തന്നെ കുക്കറിൽ വേവിക്കാൻ വെക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 5 വിസിലാകുന്നവരെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് അടുപ്പത്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ചപ്പുകളെല്ലാം കട്ട് ചെയ്ത് വെക്കാം. ചപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഉലുവച്ചപ്പ് വേണം. 1 കെട്ട് ഉലുവച്ചപ്പ്, 1 കെട്ട് മല്ലിച്ചപ്പ്, 1 കെട്ട് പുതിന ചപ്പാണ് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ കുറച്ചേ നമ്മൾ വെക്കുന്നുള്ളൂ. ഒരു 3/4 കിലോ അളവിലായതുകൊണ്ട് അതിൻ്റെ പകുതി മതിയാവും. 1 കെട്ടിൻ്റെ പകുതി, അങ്ങനെ ആ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4 സവാള എടുത്തിട്ടുണ്ട്, 1 ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. പിന്നെ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെള്ളുള്ളി എല്ലാം പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ആദ്യം തന്നെ ബോട്ടിലിൽ ഇട്ട് വെക്കും. അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കുകയാണ്. പിന്നെ ഒരു 3 തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി നമുക്ക് വേണമെങ്കിൽ ജ്യൂസാക്കിയിട്ട് ഉപയോഗിക്കാം. ഞാനിത് തക്കാളി അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് 250 മില്ലി സൺപ്യൂർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്, 1/4 ലിറ്റർ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഈ സവാള ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഫ്രൈ എന്ന് വെച്ചാൽ നമുക്കൊരു ബ്രൗൺ കളറിൽ വരണം, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. അപ്പോൾ നമ്മളൊരു അരഭാഗം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും നമുക്ക് ഗ്രീൻ പീസെല്ലാം ചേർക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കാം. ഗ്രീൻ പീസ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്, ആദ്യമേ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ ഇതും കുറച്ചൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോഴൊക്കെ നമുക്ക് ഇഞ്ചിയും വെള്ളുള്ളിയും പേസ്റ്റും ചേർക്കണം. അപ്പോൾ കുറച്ച് ആക്കുന്നതുകൊണ്ട്, ഒരു 3/4 കിലോത്തിൻ്റെ അളവിലാക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് മതിയാവും. അപ്പോൾ കുക്കറിൽ മട്ടൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ അടുത്ത് മട്ടൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുമാതിരി റോസ്റ്റായിട്ട് വന്ന് ഇനി നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ചേർക്കാം. ഒരു ഫുള്ള് ടേബിൾ സ്പൂണ് വെള്ളുള്ളി ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു ഫുള്ളായിട്ട് നമുക്ക് ഇഞ്ചിയും ചേർക്കണം. അപ്പോൾ ഈ ഇഞ്ചി വെള്ളുള്ളി നന്നായിട്ടൊന്ന് റോസ്റ്റാണ്, ഈ എണ്ണയിൽ കടന്നിട്ട് റോസ്റ്റാണ്. അടിക്കൊന്നും പിടിക്കില്ല, എണ്ണ നല്ലോണം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ കടന്നിട്ട് റോസ്റ്റാണ്, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരുമാതിരിയെല്ലാം ഇത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. സവോളയും റോസ്റ്റായിട്ടുണ്ട്, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും എല്ലാം റോസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇലകളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരുമാതിരി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഇഞ്ചി വെള്ളുള്ളിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറി ഒരുമാതിരി റോസ്റ്റായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇലകളെല്ലാം ചേർക്കുന്നത്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇത് റോസ്റ്റ് ആകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മല്ലിയില, പുതിന ഇല, ഉലുവൻ്റെ ഇല, ഇത് 3ഉം കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയെല്ലാം മെന്ത്യ സൊപ്പ് എന്ന് പറയുക, കർണാടകത്തിലെല്ലാം. അപ്പോൾ മല്ലിച്ചപ്പ് 3 ജാതി ഇലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് അതും ഒന്ന് റോസ്റ്റ് പോലെ ആണോ, ഒന്ന് വാടി വരണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അതും കൂടി ഒന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു നല്ല റോസ്റ്റ് മാതിരി തന്നെ ആക്കിയിട്ട് വേണം നമ്മൾ ഈ ബിരിയാണി വെക്കാനായിട്ട്. അതൊരു 3-4 മിനിറ്റ് നല്ലോണം ഇളക്കണം. പിന്നെ നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത്. 3 തക്കാളി എടുത്തിട്ടുണ്ട്. 3/4 കിലോ അളവിനായതുകൊണ്ട് 3 വലിയ തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം നല്ലോണം റോസ്റ്റായിട്ട് വരണം. ഇതെല്ലാം നല്ലോണം അരിഞ്ഞ് റോസ്റ്റായിട്ട് വരും അപ്പോഴേക്ക്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് തൈരാണ്. തൈര് നമുക്ക് കുറച്ചളവിൽ മതി.
നമ്മളൊരു കറിയെല്ലാം ഒഴിക്കുന്ന അങ്ങനത്തെ ഒരു സ്പൂണ് ഫുള്ളായിട്ട് ഒഴിച്ചാൽ മതിയാവും. 3 തക്കാളിയെല്ലാം ഇടുന്നതുകൊണ്ട് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒഴിക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് വരട്ടെ. എല്ലാം ഈ എണ്ണ കടന്ന് വന്നിട്ട് ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. ആ സമയത്താണ് നമ്മൾ തൈര് ഒഴിക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒരു വലിയ സ്പൂൺ തൈര് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് റോസ്റ്റ് ആക്കണം. ഇതും കൂടി ഒന്നായിട്ട് അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് ഇളകി ചേർന്ന് വരണം. അപ്പോഴേ ഇതിന് നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണി ആയിട്ട് മാറുള്ളൂ. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടിയും കാര്യങ്ങളെല്ലാം ചേർക്കാൻ. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കറണ്ട് അടുപ്പിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് റോസ്റ്റായി കരിഞ്ഞു പോകും. അപ്പോൾ സ്ലോ ആക്കി വെച്ചിട്ടായാലും ആക്കാം. അപ്പോൾ ഞാനിതാ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ക്യാരറ്റെല്ലാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഒരു 5-6 പച്ചമുളക് മൊത്തി കളയാണ്ട് തന്നെ ഇടുന്നുണ്ട്. നെറ്റ് കളയാതെ ഇടുന്നത്, ഇല്ലെങ്കിൽ അതിന് എരിവ് കൂടുതലാവും. അപ്പോൾ ഒരു സ്റ്റൈലിന് വേണ്ടി മാത്രമാണ് അതെല്ലാം ഞാൻ ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഫ്ലെയിം നന്നായി ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ മട്ടനിൽ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ ഇതാ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീർ ചില്ലി പൗഡറാണ്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ മസാലപ്പൊടിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി. ഒരു 1/4 ടീസ്പൂണ് മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. മട്ടൻ ആയതുകൊണ്ട് നമുക്ക് മീറ്റ് മസാല ചേർക്കാം. ഇനി നമുക്ക് മട്ടൻ വെന്ത ആ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിക്കണം. അപ്പം നമ്മളിത് സോക്ക് ചെയ്ത് വെക്കാണ്ടുള്ള അരിയാണ്, പൊതിർത്താണ്ട് ചേർക്കുന്ന ബിരിയാണിയാണ്. പൊതിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ജീരക സണ്ണ അരി എടുത്തുകൊണ്ട് ഇത് പൊതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മട്ടൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 5 വിസിലോളം ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ജ്യൂസ് ഉണ്ട് അതിൻ്റെ. അപ്പോൾ അത് നമുക്ക് അളന്നിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ 3/4 കിലോ അരി വെക്കുന്നതുകൊണ്ട് 1.5 പാട്ട അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേ പാട്ടയിൽ 3 പാട്ട വെള്ളം ഒഴിച്ചാൽ മതിയാവും. നിങ്ങൾ ഏതിലാണോ അരി എടുക്കുന്നത് അതിൽ 3 അളവിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ 3/4 കിലോത്തിന് 3 പാട്ട വെള്ളമാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതാ മട്ടൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ടാണ് വയ്ക്കുന്നത്. എല്ലാം കൂട്ടിയിട്ടാണ് വയ്ക്കുന്നത്. ഇല്ലെങ്കിൽ വെള്ളം കൂടുതലായിട്ട് പോകും. ജീരക എണ്ണ ആയിരിക്കും നമുക്ക് കുറച്ച് വെള്ളം മതിയാവും. കുറച്ച് വെള്ളം കുറച്ചിട്ടായാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 പാട്ട വെള്ളം ഒഴിക്കുമ്പോൾ 3/4 കിലോയ്ക്ക് റെഡിയാവും. ഇനി നമുക്ക് മട്ടനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മസാലയിൽ വെള്ളത്തിൽ എത്ര അരിക്ക് എത്ര ഉപ്പ് വേണോ അത്ര മാത്രം ചേർത്താൽ മതി. ഒരു 3/4 കിലോ അരിക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. 2 നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ 1.5 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മട്ടൻ ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പതിച്ച് വരുമ്പോഴാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ടൊന്ന് പതിച്ച് വരട്ടെ. ഫ്ലെയിം നമ്മൾ ഫുള്ളിലായിട്ട് വെക്കുന്നുണ്ട്. 2000 വെക്കുന്നുണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഇനി അരി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 തള തിളക്കുന്നവരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഉണ്ടായിക്കോട്ടെ. എന്നതിന് ശേഷമാണ് നമ്മൾ ചെറിയ തീയിൽ വെക്കുന്നത്. ഇതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഒരു 2-3 തള തിളക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളമെല്ലാം വറ്റി വരും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും വീട്ടിൽ കുറച്ച് ഉണ്ടാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റാണ് മൈസൂർ ബിരിയാണി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഹോട്ടലിലെല്ലാം 5 കിലോ 10 കിലോ ഒന്നിച്ച് വെക്കുന്നതാണ്. ഇപ്പം ഞാൻ ചെറുങ്ങനെ വീട്ടിൽ വെക്കുന്നതാണ് 3/4 കിലോ. അപ്പോൾ ഇതാ ഫ്ലെയിം ഫുള്ള് 2000 നിന്ന് ഞാൻ 1000 മാറ്റുകയാണ്. ഇപ്പം വെള്ളം കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടിയിലൊരു പഴയ തവ വെച്ചിട്ട് 1000 ആക്കിയിട്ടാണ് നമ്മൾ
റൈസ് വെച്ച് കൊടുക്കുന്നത്. നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ബിരിയാണി സെറ്റായിട്ട് വരും. ഇത് 1000-ൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് നമ്മൾ 200-400 വെച്ച് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ചാൽ ബിരിയാണി റെഡിയായി. അപ്പോൾ ഇത് അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.